ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഈ പുഴയും കൊടുത്ത സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. ഗംഗയുടെയും വിനീതിന്റെയും വിവാഹം കഴിഞ്ഞന്ന് രാത്രി കാവേരിയെ മാറ്റി നിർത്തി ശാരദ ചോദിക്കുന്നു, ഗംഗയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? കാവേരി ചോദിക്കാണ്, എന്താ അമ്മ ഇങ്ങനെ ചോദിക്കുന്നത്? ഗംഗേച്ചിക്ക് എന്താ അസുഖം വല്ലതും ഉണ്ടായിരുന്നോ? ശാരദ പറയുകയാണ്, കല്യാണം പെട്ടെന്ന് നടന്നു. ഒരുപാട് പ്രശ്നങ്ങൾക്ക് ശേഷമാണ് ആ കല്യാണം നടന്നത്. അതാ ഞാൻ ചോദിച്ചത്. കാവേരി പറയുന്നു, ചേച്ചി ഇതുവരെ ഒന്നും അതിനെപ്പറ്റി പറഞ്ഞില്ല. ചേച്ചിയുടെ മനസ്സിൽ എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാനും കഴിയുന്നില്ല. കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ എന്ത് പറയാനാ? അതുകൊണ്ടായിരിക്കും മിണ്ടാതിരിക്കുന്നത്. ശാരദ പറയുന്നു, അവൾക്ക് വിധിച്ചിരിക്കുന്നത് വിനീത. അതുകൊണ്ടാ ഇത്രയും പ്രശ്നങ്ങൾക്കൊക്കെ ഒടുവിൽ വിനീത് തന്നെ ഗംഗയുടെ കഴുത്തിൽ താലി കെട്ടിയത്. അവിടേക്ക് വന്ന രാധമ്മ പറയുകയാണ്, ശാരദേ, നീ ഇങ്ങനെ മാറി നിന്നാൽ എങ്ങനെയാ? ഇനി ചടങ്ങുകളൊക്കെ ഉണ്ടല്ലോ. ഇനി എന്ത് ചടങ്ങാണെന്ന് ശാരദ ചോദിക്കുമ്പോൾ രാധമ്മ പറയുകയാണ്, ഇനിയല്ലേ പ്രധാനപ്പെട്ട ചടങ്ങ്. ഇത് കേട്ട് ശാരദ സംശയത്തോടുകൂടി നിൽക്കുമ്പോൾ കാവേരി പുഞ്ചിരിച്ച് തലയാട്ടുകയാണ്. രാധമ്മ പറയുന്നു, കാവേരി നീ അകത്തു പോ. എന്നെ എന്തിനാ മുത്തശ്ശി പറഞ്ഞു വിടുന്നതെന്ന് കാവേരി ചോദിക്കുമ്പോൾ രാധമ്മ പറയുന്നു, മുതിർന്നവർ സംസാരിക്കുമ്പോൾ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ശാരദ പറയുകയാണ്, എന്തോ ചടങ്ങുണ്ടെന്ന് പറയുന്നു, എന്നിട്ട് അവളോട് സംസാരിച്ചോണ്ട് നിൽക്കുക. എന്താ ചടങ്ങ്? അതിനെപ്പറ്റി പറ അമ്മ. കാവേരി പറയുന്നു, അമ്മേ, മുത്തശ്ശി ഹസ്നീറ്റിനെ പറ്റിയാ പറയുന്നത്. ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് കുനിങ്ങി നിൽക്കുകയാണ് രാധമ്മയും ശാരദയും. കാവേരി ചോദിക്കാണ്, എന്താ രണ്ടുപേർക്കും നാണം വന്നോ? ശാരദ പറയുന്നു, ഈ പെണ്ണെന്താ ഇങ്ങനെ? കാവേരി ചോദിക്കാണ്, ഇത് പറയാനായിരുന്നു എന്നോട് ഇവിടുന്ന് പോകാൻ പറഞ്ഞത്. മുത്തശ്ശി ചോദിക്കുന്നു, ഏത് റൂമിലാ അവരുടെ ആദ്യ രാത്രി? ശാരദ പറയുകയാണ്, ഏത് റൂമിലാണെന്ന് ചോദിച്ചാൽ ഗംഗയുടെ മുറിയില്. കാവേരി പറയുന്നു, അമ്മേ, ഞങ്ങൾ എല്ലാവരും അവിടെയല്ലേ കിടന്നുറങ്ങുന്നത്. മുത്തശ്ശി പറയുകയാണ്, ഗസ്റ്റിൽ എന്ന് പറഞ്ഞ ഒരു മുറിയില്ലേ, ആ മുറിയിലാവട്ടെ അവരുടെ ആദ്യ രാത്രി. അത് അതിന്റെ ഒരു ശരിയെന്ന് കാവേരി പറയുമ്പോൾ ശാരദ പറയുകയാണ്, നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പെട്ടെന്നുള്ള കല്യാണമായിരുന്നു. അവരുടെ രണ്ടുപേരുടെയും മാനസികാവസ്ഥ എന്താണെന്ന് കൂടി നമ്മൾ അറിയണ്ടേ. പ്രശ്നങ്ങളുടെ മേളിൽ പ്രശ്നങ്ങളായിട്ടാ ഈ കല്യാണം നടന്നത്. പിന്നെ എങ്ങനെ ആദ്യ രാത്രി? കാവേരി പറയുന്നു, അമ്മ പറഞ്ഞത് 100% ശരിയാ. മുത്തശ്ശി പറയുകയാണ്, കല്യാണം എന്തായാലും നടന്നില്ലേ, അവരിനി ഒരുമിച്ച് ജീവിക്കേണ്ടവരാ. ഞാൻ പോയി വിനീതിനോട് റൂമിൽ ഇരിക്കാൻ പറയാം. നീ പോയി ഗംഗയെ കൂട്ടിക്കൊണ്ടുവാ. ശാരദ ചോദിക്കാണ്, ഞാനോ? എനിക്ക് പറ്റില്ലമ്മേ. ഇത് കേട്ട മുത്തശ്ശി പറയുന്നു, എങ്കിൽ കാവേരി നീ പോ. കാവേരി ചോദിക്കാണ്, ഞാനോ? ഞാൻ എങ്ങനെയാ മുത്തശ്ശി? മുത്തശ്ശി പറയുകയാണ്, എല്ലാത്തിനെ പറ്റി നല്ല വിവരമുള്ള ആളെ പോലാണല്ലോ സംസാരം. കാവേരി പറയുകയാണ്, മുത്തശ്ശി എന്തായി പറയുന്നത്? ഗംഗേച്ചി, ഇന്ന് ഗംഗേച്ചിയുടെ ആദ്യ രാത്രിയാണ്. ഗംഗേച്ചി ആ റൂമിലേക്ക് പോന്ന് പറഞ്ഞാൽ ഗംഗേച്ചി എന്നോട് ദേഷ്യപ്പെടും. മുത്തശ്ശി പറയുകയാണ്, അങ്ങനെ പറയാവുള്ളു? എങ്കിൽ നീ പോ, ഞാൻ തന്നെ ഗംഗയെ കൂട്ടിക്കൊണ്ടുവരാം. കാവേരി പറയുകയാണ്, മുത്തശ്ശി, ഗംഗേച്ചിയുടെ കയ്യില് പാലും പഴവും ഒക്കെ കൊടുത്തു വിടണേ. മുത്തശ്ശി പറയുകയാണ്, അതൊക്കെ പണ്ടത്തെ രീതിയല്ലേ, പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. തുടർന്ന് വിനീത് വാങ്ങിച്ചു കൊടുത്ത സാരി കൊടുത്ത് നന്നായി ഒരുങ്ങിയിരിക്കുകയാണ് ഗംഗ. യമുനയും നിളയും ഗംഗയോട് കല്യാണത്തിനെ പറ്റി സംസാരിക്കുകയാണ്. നിള പറയുന്നു, ഗംഗേച്ചി വിനീതേട്ടനെ കല്യാണം കഴിച്ചു. ഞങ്ങളൊക്കെ ആരെയായിരിക്കും കല്യാണം കഴിക്കുക? യമുന ചോദിക്കുന്നു, എന്താ നിനക്ക് വേണ്ടി ഇപ്പോഴേ ചെക്കനെ അന്വേഷിച്ചു വെക്കണോ? കുറച്ചൊക്കെ വളർന്നിട്ട് പോരെ? ഗംഗ പറയുന്നു, നീ പഠിച്ച് വലിയ ആളാകണം. അപ്പൊ നിനക്ക് നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് ചേച്ചി നിന്റെ കല്യാണം നടത്തും. യമുന ചോദിക്കുന്നു, ഗംഗേച്ചിക്ക് ആഗ്രഹിച്ചതുപോലെ ഒരു കല്യാണം നടക്കാത്തതിൽ വിഷമമുണ്ടോ? ഗംഗ പറയുന്നു, അങ്ങനെയൊന്നും ഇല്ലടി. അവിടേക്ക് വന്ന മുത്തശ്ശി പറയുന്നു, ഗംഗെ, വിനീത് തനിച്ചിരിക്കുക വാ. നിട ചോദിക്കാണ്, വിനീതേട്ടൻ തനിച്ചിരിക്കുന്നതിന് എന്തിനാ ഗംഗേച്ചിയെ വിളിക്കുന്നത്? മുത്തശ്ശി പറയുന്നു, പിന്നെ വേറെ ആരെ വിളിക്കും? നീ വാ ഗംഗ. കയ്യിൽ പിടിച്ച് നിട ചോദിക്കുന്നു, ഗംഗേച്ചി എപ്പോഴാ വരുന്നേ? നമുക്ക് ഉറങ്ങണ്ടേ? മുത്തശ്ശി പറയുകയാണ്, ഇനിയും നിന്റെ ചേച്ചി നിങ്ങളുടെ കൂടെയല്ല ഉറങ്ങുന്നത്. അതെന്താന്ന് നിള ചോദിക്കുമ്പോൾ ഇവളിങ്ങനെ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഗംഗ നീ വാന്ന് പറഞ്ഞ മുത്തശ്ശി ഗംഗയും കൂട്ടി അവിടെ നിന്ന് പോവുകയാണ്. നിള ചോദിക്കുന്നു, ഇനി ഗംഗേച്ചി വിനീതേട്ടന്റെ റൂമിലാണോ കിടക്കുക? യമുന പറയുകയാണ്, ഇവളുടെ ഒരു കാര്യം ദേ നോക്ക് നിള, ഗംഗേച്ചിയുടെ കല്യാണം കഴിഞ്ഞു. ഇനി ഗംഗേച്ചി വിനീതേട്ടന്റെ റൂമിലായിരിക്കും കഴിയുക. നിള പറയുന്നു, അപ്പം കാവേരിച്ചിയുടെ കല്യാണം കഴിഞ്ഞാലും നമ്മളുടെ ഒപ്പം ഉറങ്ങാൻ വരില്ല അല്ലേ? ഇല്ലാന്ന് യമുന പറയുമ്പോൾ നിള പറയുകയാണ്, നിങ്ങളുടെ ഓരോരുത്തരുടെയും കല്യാണം കഴിഞ്ഞു പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ കിടക്കേണ്ടി വരും. യമുന പറയുന്നു, അപ്പൊ നീ അമ്മയുടെ കൂടെ കിടന്നാ മതി. നിള പറയുകയാണ്, എങ്കിൽ പിന്നെ ഞാൻ ഇപ്പൊ തന്നെ അമ്മയുടെ കൂടെ കിടന്നോളാം. അങ്ങനെ നിള ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. തുടർന്ന് വിനീതും നിവിനും ടെൻഷനോടു കൂടി റൂമിൽ ഇരിക്കുകയാണ്. ഈ സമയം പാൽ ഗ്ലാസുമായി ഗംഗയും കൂട്ടി റൂമിലേക്ക് വരികയാണ് മുത്തശ്ശി. പിന്നാലെ ശാരദയും വരുന്നു. കുറച്ചപ്പുറത്തായി നിന്ന് കാവേരി അവരെ ശ്രദ്ധിക്കുന്നുണ്ട്. നിവിൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാനായി തുടങ്ങുമ്പോൾ നിവിനെ എന്ന് വിളിച്ച് ടെൻഷനോടുകൂടി കയ്യിലേക്ക് പിടിക്കുകയാണ് വിനീത്. നിവിനെ കാണുന്ന മുത്തശ്ശി ചോദിക്കുന്നു, നീ ഇവിടെ എന്താടാ ചെയ്യുന്നത്? നിവിൻ പതിയെ പറയുന്നു, വിനീത എന്റെ കൈവിട്, ഞാൻ പോട്ടെ. ചോദിക്കുന്നത് കേട്ടില്ലേ? മുത്തശ്ശി ചോദിക്കുന്നു, എടാ നീ ഇവിടെ എന്ത് ചെയ്യുക? സംസാരിച്ചിരിക്കുകയായിരുന്നെന്ന് നിവിൻ പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ്, നിനക്ക് സംസാരിക്കാൻ കണ്ട സമയം കണ്ടില്ലേ? രാവിലെ മുതൽ നിങ്ങൾ സംസാരിക്കുകയായിരുന്നല്ലോ, ഇനിയും സംസാരിച്ചു തീർന്നില്ലേ? നിവിൻ പറയുന്നു, മുത്തശ്ശി സോറി, ഞാൻ പോവാ, ഗുഡ് നൈറ്റ്. വിനീത് കയ്യിലേക്ക് പിടിക്കുമ്പോൾ നിവിൻ പറയുന്നു, നിന്നെ വിശ്വസിച്ച് ഞാൻ ഈ റൂമിലിരുന്നതാ, എനിക്ക് ഇത് തന്നെ വേണം. അങ്ങനെ വിനീതിന്റെ കൈ തട്ടിമാറ്റി നിവിൻ റൂമിൽ നിന്ന് പോവുകയാണ്. വിനീതെ എന്ന് വിളിച്ച് സന്തോഷത്തോടു കൂടി വിനീതിന്റെ കയ്യിലേക്ക് പിടിച്ച് ഗംഗയെ അരികിലേക്ക് നിർത്തി റൂമിന് പുറത്തേക്ക് ഇറങ്ങി വാതിലടയ്ക്കുകയാണ് മുത്തശ്ശി.
വാതിലടയ്ക്കുന്ന ശബ്ദം കേട്ട് ഞെട്ടി ഗംഗയെ നോക്കുകയാണ് വിനീത്. ശാരദ മുത്തശ്ശിയോട് ചോദിക്കുന്നു, അവൾ അമ്മയോട് ദേഷ്യപ്പെട്ടൊന്നും ഇല്ലല്ലോ. മുത്തശ്ശി പറയുകയാണ്, ഇതില് ദേഷ്യപ്പെടാൻ എന്താടി ഉള്ളത്? അവരുടെ കല്യാണം കഴിഞ്ഞില്ലേ, ഇനിയെല്ലാം നന്നായി നടക്കും. നീ വെറുതെ ഓരോന്ന് ആലോചിച്ച് കൂട്ടണ്ട. അങ്ങനെ മുത്തശ്ശി അവിടെ വന്ന് പോകുമ്പോൾ കരഞ്ഞ കൈകൂപ്പി ശാരദ പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ ഗംഗയ്ക്ക് നല്ലത് വരുത്തണേ, ഗംഗയ്ക്ക് സന്തോഷവും സമാധാനവും കൊടുക്കണേ. അരികിലേക്ക് വന്ന് കയ്യിൽ പിടിച്ച കാവേരി പറയുന്നു, ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല, ചേച്ചി സന്തോഷമായിട്ട് ജീവിക്കും, അമ്മ വാ. അങ്ങനെ ശാരദയും കുട്ടി അവിടെ നിന്ന് പോവുകയാണ് കാവേരി. തുടർന്ന് കാവേരിയുടെ ഫോട്ടോയിൽ നോക്കി പുറത്ത് നിൽക്കുകയാണ് നിവിൻ. അരികിലേക്ക് വന്ന കാവേരി ചോദിക്കുന്നു, ഇതുവരെ പോയില്ലേ? വിനീതേട്ടൻ ഇനിയും പേടിയൊന്നും കാണില്ല, ഇനി നിവിനെ വിളിക്കില്ല, ധൈര്യമായിട്ട് പോകാം. നിവിൻ പറയുന്നു, അതല്ല, എന്റെ കാറിന്റെ കീ അകത്താ. കാവേരി പറയുന്നു, കീ അല്ലേ, അകത്ത് പോയി എടുക്കണം. നിവിൻ പറയുന്നു, തിരിച്ചകത്തേക്ക് വരാൻ തോന്നിയില്ല. കാവേരി പറയുകയാണ്, നല്ല ആളാ, എനിക്ക് നിവിന് വേണ്ടി ഒരു സഹായം ചെയ്യണമെന്ന് തോന്നുന്നുണ്ട്. എന്താണെന്ന് നിവിൻ ചോദിക്കുമ്പോൾ കാറിന്റെ കീ നിവിന്റെ നേരെ നീട്ടുകയാണ് കാവേരി. കീ വാങ്ങിച്ച് നിവിൻ സന്തോഷത്തോടുകൂടി താങ്ക്സ് പറയുമ്പോൾ കാവേരി പറയുകയാണ്, രാവിലെ മുതല് എനിക്കല്ലേ ഒരുപാട് സഹായങ്ങൾ ചെയ്തു തന്നത്, അതിന് ഞാനല്ലേ താങ്ക്സ് പറയേണ്ടത്. നിവിൻ പറയുകയാണ്, എന്റെ കൂട്ടുകാരൻ വിനീതിന്റെ കല്യാണമല്ലേ, ഞാനില്ലാതെ പിന്നെ എങ്ങനെയാ കല്യാണം നടക്കുക? കാവേരി ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ നിവിൻ ചോദിക്കുന്നു, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? കാവേരി പറയുകയാണ്, എന്തു പറയാനാ, നല്ല തണുപ്പുണ്ട്, തണുപ്പ് കൂടുന്നതിന് മുമ്പ് പോകാൻ നോക്ക്. നിവിൻ പറയുന്നു, ഈ തണുപ്പൊക്കെ എന്റെ ബോഡി താങ്ങും. വേറെ എന്തുണ്ട്? കാവേരി പറയുകയാണ്, വേറെ എന്താ, ഗംഗേച്ചിയുടെ കല്യാണം നല്ല രീതിയിൽ നടന്നു, ഇനിയും കല്യാണം നിശ്ചയം എന്നൊക്കെ പറഞ്ഞ ആരുടെ മുന്നിലും പോയി ഗംഗേച്ചിക്ക് നിൽക്കണ്ടല്ലോ. ചേച്ചി വിനീതേട്ടന്റെ ഒപ്പം സന്തോഷമായിട്ടിരുന്നാ മതിയായിരുന്നു. നിവിൻ പറയുന്നു, അതൊക്കെ വിനീത് നോക്കിക്കോളും, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, ഇനി. കാവേരി ചോദിക്കാണ്, ഇനി എന്താ, മനസ്സിലായില്ല. നിവിൻ ഒന്നും മിണ്ടാൻ നിൽക്കുമ്പോൾ കാവേരി പറയുകയാണ്, നിവിൻ ഇവിടുന്ന് പോയിരുന്നെങ്കിൽ എനിക്ക് കിടന്നുറങ്ങാമായിരുന്നു. നിവിൻ പറയുകയാണ്, അതല്ല, ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞു, ഇനിയും അടുത്തത് കാവേരിയുടെ കല്യാണമല്ലേ. ഇത് കേട്ട് കാവേരി ചിരിക്കുമ്പോൾ നാണത്തോടുകൂടി പുഞ്ചിരിക്കുകയാണ് നിവിൻ. കാവേരി ചോദിക്കുന്നു, അതിന് നിവിൻ എന്തിനാ ഇങ്ങനെ നാണിച്ചു ചിരിക്കുന്നത്? നിവിൻ പറയുകയാണ്, അങ്ങനെയൊന്നുമില്ല, അടുത്തത് കാവേരിയുടെ കല്യാണമല്ലേ. കാവേരി പറയുന്നു, കല്യാണത്തെ കുറിച്ചൊന്നും എനിക്കിപ്പോ ആലോചിക്കാൻ പറ്റില്ല, ഒരുപാട് ക്യാഷ് സമ്പാദിക്കണം, നിവിന്റെ അമ്മയെക്കാട്ടിലും പണക്കാരിയായി എനിക്ക് ജീവിക്കണം. നിവിൻ പറയുകയാണ്, അത് കാവേരിയുടെ ലക്ഷ്യമല്ലേ, അതിനും കല്യാണത്തിനും തമ്മിൽ എന്താ ബന്ധം? കാവേരി പറയുന്നു, ബന്ധമുണ്ട്, കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്റെ ഈ ലക്ഷ്യമൊന്നും നേടിയെടുക്കാൻ കഴിയില്ല. നിവിൻ ചോദിക്കുന്നു, ആ ലക്ഷ്യം നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരാളെ കിട്ടിയാൽ കല്യാണം കഴിക്കോ? കാവേരി പറയുന്നു, ആളെ എപ്പോഴേ കിട്ടി? നിവിൻ പറയുകയാണ്, കല്യാണത്തെ പറ്റി ഇപ്പൊ ആലോചിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിക്കാൻ ആളെ കിട്ടിയെന്നും പറയുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ. അത് അങ്ങനാണെന്ന് കാവേരി പറയുമ്പോൾ നിവിൻ ചോദിക്കുന്നു, കാവേരിക്ക് ബോയ് ഫ്രണ്ട്സ് ഉണ്ടോ? പുഞ്ചിരിച്ച കാവേരി പറയുന്നു, ബോയ് ഫ്രണ്ട്സ് ഉണ്ട്. വിശ്വസിക്കാനാകാതെ നിവിൻ ചോദിക്കുകയാണ്, ബോയ് ഫ്രണ്ട്സോ? കാവേരി ചുമ്മാ പറയുന്നതല്ലേ. കാവേരി പറയുകയാണ്, ഞാനെന്തിനാ ചുമ്മാതെ പറയുന്നത്, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ഇത് കേട്ട് നിവിൻ വിഷമത്തോടു കൂടി നിൽക്കുകയാണ്. തന്റെ സീനിയറായി പഠിച്ച ആളാണ് ബോയ് ഫ്രണ്ട് എന്ന് കാവേരി പറയുമ്പോൾ വിഷമത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ് നിവിൻ. കാറിന്റെ അരികിലേക്ക് ചെന്ന നിവിൻ കണ്ണു നിറഞ്ഞ് ആലോചിച്ച് നിൽക്കുമ്പോൾ കാവേരി നിവിനെ ശ്രദ്ധിക്കുന്നുണ്ട്. പുഞ്ചിരിച്ച് ബൈ എന്ന് പറഞ്ഞ് നിവിൻ കാറിൽ കയറി അവിടെ വന്ന് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് നിവിൻ പോകുന്നത് നോക്കി നിൽക്കുകയാണ് കാവേരി. തുടർന്ന് ടെൻഷനോടുകൂടി നിൽക്കുന്ന വിനീത് പാലുമായി നിൽക്കുന്ന ഗംഗയോട് പറയുന്നു, ഗംഗ ഇരിക്ക്. ഇത് കേട്ട് ഗംഗ ബെഡിലേക്ക് ഇരിക്കുമ്പോൾ വിനീതും അരികിലേക്ക് ഇരിക്കുകയാണ്. ടെൻഷനോടുകൂടി സംസാരിക്കാനാകാതെ വിനീത മനസ്സിൽ പറയുന്നു, വിനീതെ സംസാരിക്ക്, ഇത്രയും വർഷം കാത്തിരുന്ന ദിവസമാണിന്ന്, കൂടുതൽ ആലോചിക്കാതെ സംസാരിക്ക് വിനീതെ. അങ്ങനെ വിനീത് ഗംഗയെ നോക്കുമ്പോൾ ഗംഗ തിരിഞ്ഞ് വിനീതിനെ നോക്കുകയാണ്. വിനീത് മനസ്സിൽ പറയുന്നു, ഇത് സ്വപ്നമാണോ സത്യമാണോ? രണ്ടുപേരും ഒരു കട്ടിലിരിക്കുന്നു. വിനീത് ഗംഗയെന്ന് വിളിക്കുന്നുണ്ട്. ഗംഗ തിരിഞ്ഞു നോക്കുകയാണ്. പെട്ടെന്ന് നിർത്താതെ ചുമക്കുകയാണ് വിനീത്. വെള്ളം വേണമെന്ന് വിനീത് പറയുമ്പോൾ ചുറ്റും നോക്കിയിട്ട് ഗംഗ ചോദിക്കുന്നു, പാല് പാല് താന്ന് പറഞ്ഞ വിനീത് ഗംഗയുടെ കയ്യിൽ നിന്നും പാല് വാങ്ങുകയാണ്. വിനീതിന്റെ കൈ വിറയ്ക്കുന്നത് ഗംഗ ശ്രദ്ധിക്കുന്നുണ്ട്. പാലൽപ്പം താഴേക്ക് വീഴുകയാണ്. വിനീത് പറയുന്നു, അയ്യോ ഞാൻ തുടയ്ക്കാമേ. ഗംഗ പറയുകയാണ്, വേണ്ട ഞാൻ തുടച്ചോളാന്ന് പറഞ്ഞ് ഗംഗയുടെ കയ്യിലേക്ക് പാൽ ഗ്ലാസ് കൊടുത്തിട്ട് ഒരു തുണി എടുത്തുകൊണ്ട് വന്ന് തറ തുടയ്ക്കുകയാണ് വിനീത്. ഗംഗ വിനീതിനെ ശ്രദ്ധിക്കുന്നുണ്ട്. വിനീത് പുഞ്ചിരിച്ച് ഗംഗയെ നോക്കുന്നു. തുടർന്ന് സോറി എന്ന് പറഞ്ഞ് വിനീത് ഗംഗയുടെ അരികിലേക്ക് ഇരിക്കുകയാണ്. ഗംഗ പാല് വിനീതിന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. ടെൻഷനോടുകൂടി പാല് വാങ്ങി കുടിക്കുകയാണ് വിനീത്. വിനീത് പറയുന്നു, ഇന്നത്തെ ദിവസമേ ശരിയല്ല, 2 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല, അതിന്റെ ആണെന്ന് തോന്നുന്നു, നല്ല ക്ഷീണം. ഗംഗയ്ക്കും നല്ല ക്ഷീണമുണ്ട്, ഉറങ്ങിക്കോ. ഇത് കേട്ട് ഗംഗ ഉറങ്ങാനായി കിടക്കുമ്പോൾ പുതപ്പെടുത്ത് ഗംഗയെ പുതപ്പിക്കുകയാണ് വിനീത്. ഗംഗ സ്നേഹത്തോടുകൂടി വിനീതിനെ നോക്കുമ്പോൾ ഗംഗയെ നോക്കി പുഞ്ചിരിച്ച് വിനീതും ഉറങ്ങാനായി കിടക്കുകയാണ്. തുടർന്ന് രാവിലെ ചായയുമായി മുത്തശ്ശിയുടെ അരികിലേക്ക് വരികയാണ് ശാരദ. തൊട്ടരികിൽ കാവേരിയുണ്ട്. മുത്തശ്ശി ചോദിക്കുന്നു, ഗംഗ എഴുന്നേറ്റോ? ശാരദ പറയുന്നു, എഴുന്നേറ്റില്ലെന്ന് തോന്നുന്നു, ഇതുവരെ റൂം തുറന്നിട്ടില്ല. കുളി കഴിഞ്ഞ ഗംഗ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും ഗംഗയെ ശ്രദ്ധിക്കുകയാണ്. മുത്തശ്ശി ചോദിക്കുന്നു, ഗംഗെ
രാത്രി ഉറങ്ങാൻ ലേറ്റ് ആയോ? ഗംഗ പറയുകയാണ് ഇല്ല, നന്നായി ഉറങ്ങി. മുത്തശ്ശി ചോദിക്കുന്നു വിനീത് എവിടെ? ശാരദ പറയുന്നു എഴുന്നേറ്റിട്ടില്ല. മുത്തശ്ശി ചോദിക്കുന്നു കുറച്ചു നേരം കൂടി കിടന്ന് ഉറങ്ങിക്കൂടായിരുന്നു? ഗംഗ പറയുകയാണ് ഞാൻ എന്നും എഴുന്നേൽക്കുന്ന സമയത്ത് തന്നെ എഴുന്നേറ്റത്. അങ്ങനെ ചായക്കപ്പം വാങ്ങിച്ച് അകത്തേക്ക് പോവുകയാണ് ഗംഗ. തുടർന്നുള്ള റിവ്യൂവുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.